സന്തോഷി, നമസ്തേ. നമസ്തേ നമസ്തേ നമസ്തേ. ഇന്ന് കേരളം സമാധിയിലൂടെ പൊക്കോണ്ടിരിക്കുക. സമാധിയായോ? കേരള സമാധിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ജീവിതത്തിന്റെ പല പ്രയാണങ്ങളും കഴിഞ്ഞ് അഷ്ടാംഗ യോഗത്തിന്റെ അവസാനത്തെ പടിയാണ് സമാധി എന്നാണ് അങ്ങ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതെ അതെ അതെ. അപ്പോ ഈ ആദ്യ പടികളെല്ലാം കയറി ചെല്ലുന്ന ഒരാൾക്കല്ലേ യോഗ്യതയോടെയുള്ള സമാധി സംഭവിപ്പിക്കാൻ പറ്റുള്ളൂ. അതെ അതെ അതെ. അപ്പം വൈക്കത്ത് നമ്മൾ ശിവനെ പടിയാറും കടന്ന് അവിടെ എത്തുമ്പോൾ എന്നുള്ള നമ്മുടെ കീർത്തനങ്ങൾ പോലും ഉണ്ട്. അല്ല, 6ാമത്തെ പടി കടന്നെത്തും നല്ല കീർത്തനത്തിലുള്ളത്. ഇപ്പൊ ഒരു ചൊല്ലും മാറ്റി ചൊല്ലേണ്ടി വരും. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോ അവിടെ എങ്ങും ആരുമില്ലെന്ന് പറഞ്ഞ പോലത്തെയാണ് അവസ്ഥകൾ. അതെ. അപ്പൊ അതുകൊണ്ട് ഈ പടിയാറും അഷ്ടാംഗ യോഗത്തിന്റെ പ്രാഥമികമായിട്ടുള്ള എല്ലാ പടികളും അഷ്ടാംഗ യോഗത്തിലെ ആ കടമ്പകള് 8. അതെ. അത് ശരിക്കും പറഞ്ഞാല് അഷ്ടാംഗയോഗം എന്താണെന്ന് അറിയാൻ പാടില്ലാതെയാണ് അതിനകത്ത് അവസാനത്തെ സമാധിയിലേക്ക് ആളുകൾ വരുന്നത്. സമാധി എന്ന് പറഞ്ഞാൽ അഷ്ടാംഗം എന്താണെന്ന് അങ്ങൊന്ന് പറയണം. അഷ്ടാംഗം എന്ന് പറഞ്ഞാൽ പാദം, കാൽമുട്ട്, കരം, മാറിടം, ശിരസ്, നേത്രം, മനസ്സ്, വാക്ക്. ഇതാണ് 8 അംഗങ്ങള്. അപ്പൊ അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നത് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി. ഇതാണ്. ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ? പ്രാർത്ഥനയില്ല ഇതിനകത്ത്. പ്രാർത്ഥനയില്ല. കാരണം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക എന്നാണ് അർത്ഥം. അഷ്ടാംഗയോഗം സിദ്ധിക്കുന്ന ഒരാൾക്ക് പ്രാർത്ഥിക്കുന്നവരെ, അതായത് അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാതെ ഉപകാരം ചെയ്യുവാനായിട്ട് പ്രാപ്തിയുള്ളവനാണ്. അപ്പോ ഈ അഷ്ടാംഗ കടന്നു പോകുന്ന ഒരാള് ഒരിക്കലും ഒരു അപേക്ഷകനല്ല, ആഗ്രഹത്തെ ചോദിച്ച് നടക്കുന്നവനല്ല, യജിക്കുക എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പൊ അതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കാനും പാടില്ല. ആരോടാണ് നമ്മൾ യാചിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്? പ്രയർ എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക എന്ന് മാത്രമാണ് അർത്ഥം. അപേക്ഷിക്കുന്നവനല്ല, അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാതെ അവർക്ക് എന്താണോ വേണ്ടത് അതിനെ സാധിച്ചു കൊടുക്കുവാൻ വേണ്ടി യജിക്കുന്നവരാണ്, യത്നിക്കുന്നവരാണ് യോഗിമാര്. അവര് ധ്യാനമാണ്, ധാരണയാണ് സമാധിയിലേക്കുള്ള. അതാണ് നമ്മൾ അറിയേണ്ട കാര്യം, ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ടത്. പോയി ധാരണയിലെത്തുക എന്ന് പറഞ്ഞാൽ ധാരണ വരെ എത്തണമെങ്കിൽ ധാരണ എന്ന് പറഞ്ഞാൽ എന്താ ധാരണയിലെത്തുന്നത്? നമ്മളുടെ ടാലന്റ് ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അപ്പൊ യമം എന്ന് പറഞ്ഞാൽ ഉപരതിയാണ്. ഉപരതിക്ക് വേണ്ടിയിട്ടുള്ള വലിയ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമമാണ് യമം. ആദ്യം ചെയ്യേണ്ടത് സന്തോഷവാനാകുക. സന്തോഷം ഉണ്ടാകണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം, ആനന്ദം നിറയണം. അതാണ് യമം. അതാണ് ഉപരതി എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്, യമം. രണ്ടാമത്തത് നിയമമാണ്. നിയമം അങ്ങനെയൊക്കെ ഈ യമം ആ ഒരു പ്രക്രിയ സംഭവിക്കണമെങ്കിൽ എങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തണം ആ ഒരാൾ? യമത്തിലേക്ക് എത്തണമെങ്കിൽ ശരിക്കും അടക്കം വേണം, നിയന്ത്രണം വേണം. ശരീരം കൊണ്ട് മാത്രമല്ല, എല്ലാ രീതിയിലും. അതെ. അപ്പൊ അത് എങ്ങനെയുള്ള ഒരാൾക്കാ പറ്റുക? ഏത് പ്രായപരിധി ഉണ്ടോ ഇതിന്? ഇല്ല. ഈ അഷ്ടാംഗ യോഗം നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പ്രായത്തിലായിരിക്കും ഇത് പഠിക്കുക. എങ്കിലും നമ്മളുടെ ജീവിതത്തിന്റെ ചെറുപ്പകാലം തൊട്ടേ നമ്മള് അഷ്ടാംഗയോഗം അഭ്യസിച്ചു കഴിഞ്ഞാല് ആദ്യത്തെ ഓരോ പടികളും ഇതാണ്. ഓരോ പടികളും ഉപരതിക്ക് വേണ്ടിയിട്ട്, വലിയ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിയന്ത്രണം കൊണ്ടുവരിക നമ്മളിൽ തന്നെ. ആത്മനിയന്ത്രണം ഉണ്ടാവുക. ആത്മനിയന്ത്രണമുണ്ട്, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും. അതായത് ജീവിതകാലം വരെ, ജീവിതാന്ത്യം വരെ ആവശ്യമായ ഒരു കർമ്മമായിട്ടാണ് ഇത് യമം കൊണ്ടുപോകുന്നത്. ഇപ്പോ ഒരു സമയം കഴിയുമ്പോൾ അത് ഉപേക്ഷിക്കുകയല്ല. എന്ന് വരെ നമ്മളുണ്ടോ അതുവരെ
ഈ യമം കൂടെയുണ്ട്. നിയമം നമ്മളോടൊപ്പം ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് യമവും നിയമവും നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇന്ന പ്രകാരം മുതൽ എല്ലാ കാര്യങ്ങളും ആദ്യപടി മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ട് ഇവരെല്ലാവരും. യമവും ഉണ്ട്, നിയമവും ഉണ്ട്, ആസനവും ഒരു പരിധി വരെ ഉണ്ട്. അതായത് നിയമം എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങക്ക് അറിയാലോ, നമ്മളുടെ ജീവിത രീതിക്ക് ഓരോ നിയമങ്ങളുണ്ട്. ഇന്ന പ്രകാരം തീർച്ചപ്പെടുത്തിയിട്ട് വ്രതത്തിലൂടെ വേണം എനിക്ക് ഇന്ന ലക്ഷ്യത്തിലേക്ക് എന്റെ ആത്മവൈഭവത്തെ ഈ പ്രതലത്തില് അല്ലെങ്കിൽ ഈ സമാജത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ദേശത്തിന് വേണ്ടിയിട്ട് ഈ ലോകത്തിന് വേണ്ടി സമർപ്പിക്കാൻ. അതാണ് നിയമം. ഒരു സംഗീതജ്ഞന്റെ നിയമമായിരിക്കില്ല ഒരു ഡ്രില്ല് മാഷിന്റേത്, ഒരു എഞ്ചിനീയറുടേതായിരിക്കില്ല ഒരു കച്ചവടക്കാരൻ്റെത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയമങ്ങൾ വരും, വ്രതങ്ങൾ വരും. അപ്പൊ രണ്ടാമത്തതാണ് നിയമം. നിയമവും കൂടെ തന്നെ ഉണ്ടാവും, യമം പോലെ തന്നെ. പിന്നെ ആണ് ആസനം എന്ന് പറയുന്നത്. നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചില്ലേ. നമ്മുടെ അങ്ങയോട് ഒരു കാര്യങ്ങൾ ചോദിച്ചിട്ട് കടന്നുപോയ കൊള്ളാവുന്നുണ്ട്. യമം എന്ന വാക്കും നിയമം എന്ന വാക്കും, യമം രണ്ടക്ഷരം, അതെ, അതിന്റെ അടുത്തപടി നിയമമാണ്. അപ്പൊ ആ യമത്തിന്റെ ഇപ്പറ നീ എന്നും കൂടെ ചേർത്തിട്ടാണ് നിയമം വന്നത്. അതെ, ഈ ഒന്ന് വിശദീകരിക്കാമോ? ഏറ്റവും ചെറുതായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ പറയാം. യമം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഉപരതിയാണ്. അതായത് രഞ്ജിപ്പിക്കുന്ന ആ ഒരു ജീവിത രീതിയാണ് യമം എന്ന് പറഞ്ഞാൽ. അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നമ്മൾ തെരഞ്ഞെടുക്കുന്ന വ്രതമാണ് നിയമം, യമവും നിയമവും. അപ്പൊ നിയമാനുസൃതമാണ് യമം നടപ്പിലാക്കേണ്ടത്. അതെ, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും നിയമം. ഓരോന്നായിരിക്കും. അതെ, ഒരു ബസ്സിൽ കണ്ടക്ടർക്ക് ഒരു നിയമമായിരിക്കും, ഡ്രൈവർക്ക് മറ്റൊരു നിയമമായിരിക്കും, ഡോറിൽ നിൽക്കുന്ന വേറൊരു നിയമം. എല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ്. അതെ, യാത്രക്കാർക്ക് വേറൊരു നിയമമായിരിക്കും. അപ്പോ യമം, നിയമം, ആസനം. നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനതാ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു സരസ്വതി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പേസ് എവിടെയായിരിക്കണം? ആകാശമാണ് ഈ സരസ്വതി എന്ന് പറയുന്നത്, സരസ്വതിക്ക് കാരണമായിരിക്കുന്നത്. ആ ആകാശത്തെ നമ്മൾ എവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് എവിടെയായിരിക്കണം എന്ന് ചോദിച്ചാൽ അത് ഏറ്റവും നല്ല പത്മത്തിലായിരിക്കണം. ഏറ്റവും നല്ലത് സത്വഗുണമുള്ള വായു ഉള്ളത്, ഏറ്റവും സാത്വികമായിരിക്കുന്നത് സഹസ്രദള പത്മമാണ്. ലോകത്തിലെ ഏറ്റവും സാത്വിക ഗുണം താമരയിലാണ്. അതാണ് ആസനം, നമ്മളുടെ ഇരിപ്പിടം എന്നുള്ളത്, മൂലാധാരം. ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പീഠത്തിലാണ് നമ്മൾ ഇരിക്കേണ്ടത് എന്നുള്ളത്. വീരാസനം എന്നൊക്കെ പറയില്ല, പത്മാസനം, സ്വസ്തികാസനം, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അത് പിന്നെയാണ് പ്രാണായാമം, നല്ല ശ്വസനശീലം, ശ്വസനമുറ. നമ്മളുടെ ശ്വസനമുറ തെറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ്. പരിശീലിച്ചെടുക്കേണ്ടത് തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് അത് പരിശീലിക്കേണ്ട വരുന്നത്? ഇന്ന് ശ്വസിക്കാൻ പഠിപ്പിക്കുന്ന സെന്ററുകൾ ഉള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഈ പ്രപഞ്ചത്തോടാണ് നമുക്ക് വിശ്വാസം വേണ്ടത്. ശ്വാസത്തിനൊത്തതായിരിക്കണം നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം ശ്വസിക്കാൻ പാകത്തിനുള്ളതാവും. നമുക്ക് വിശ്വാസമില്ലെങ്കിൽ ശ്വാസതടസ്സം ഉണ്ടാവും. അപ്പൊ ആദ്യം നമ്മൾ എന്തിനെയാണ് വിശ്വസിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ വിശ്വത്തെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. വിശ്വൈക സാക്ഷി സൂര്യനാണ്. സൂര്യനെ നമുക്ക് എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റുമോ നമ്മളുടെ അജ്ഞത അത്ര കണ്ട് മാറും. നമ്മൾ വിശ്വാസിയാകും. എവിടെയുള്ള വിശ്വാസി എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തോടുള്ള വിശ്വാസിയാകും. അപ്പൊ ഈ പ്രപഞ്ചത്തെ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നന്നായിട്ട് പ്രാണായാമം ചെയ്യാൻ പറ്റുള്ളൂ. എവിടെ നിന്നാൽ നന്നായിട്ട് ശ്വസിക്കണം, എവിടെ നിന്നാൽ നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാകും, എങ്ങനെ ജീവിച്ചാൽ ഏതവസ്ഥയിൽ ഇരുന്നാൽ നമുക്ക് ശ്വസിക്കാൻ പറ്റും, എവിടെ ഇരുന്നാൽ നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല, നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാവും. ശ്വസനമാണ് നമ്മള് സർവ വിശ്വാസത്തിനും അടിസ്ഥാനം. ശ്വാസവും വിശ്വാസവും ഒരുപോലെ ആണ് പോണത്. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഈ അഷ്ടാംഗയോഗത്തിലെ ഏറ്റവും വലുതാണ് ശ്വസനത്തിന്റെ പ്രാധാന്യം. ഇപ്പോ ഈ പ്രത്യാഹാരം എന്ന് പറയുന്നത് അഞ്ചാമത്തത്. ഇപ്പൊ യമം, നിയമം, ആസനം, പ്രാണായാമം കഴിഞ്ഞിട്ടാണ് പ്രത്യാഹാരം. പ്രത്യാഹാരം എന്ന് പറയുന്നത് കൊണ്ട് ആഹാരമല്ല,
സ്വന്തമായിട്ടുള്ള വിഷയങ്ങളിൽ വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കലാണ്, ചുരുക്കലാണ്. എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ മുഴുവൻ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് മനസ്സ് ബുദ്ധിയിൽ അണ്ടറിൽ വരുന്ന അവസ്ഥയാണ്. ഹരിയാണ് ഹൃദയത്തിൽ ഇരിക്കുന്ന ദൈവം. ഹരി എന്തിനേയും ഹരിക്കുന്നതാണ്. ഇന്ദ്രിയ നിഗ്രഹം നടത്തി ഇന്ദ്രിയങ്ങളെ നയിക്കുന്ന നിയന്ത്രിക്കുന്ന 11ാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന മനസ്സിനെ ബുദ്ധിയുടെ അണ്ടറിൽ ഒതുക്കം ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് പിന്തിരിപ്പിക്കൽ, ചുരുക്കൽ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഏകദേശം അങ്ങേക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇതാണ് പ്രത്യാഹാരം. ഇനി പ്രത്യാഹാരം കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതാണ് ധ്യാനം. ധ്യാനം എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഈ ധ്യാനം കൂട്ടത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയുള്ളത്. നിരന്തര സ്മരണയാണ്. വിചാരത്താൽ വികാരത്തെ നിയന്ത്രിച്ച് നമ്മൾ എന്താണോ ദർശിച്ചിരിക്കുന്നത്, ജീവിത ദർശനം നമ്മളുടെ എന്താണോ ആ ദർശനത്തെ തന്നെ ദർശിക്കുക. നല്ല ഒരു ദർശനം ആദ്യം ഉണ്ടാക്കിയെടുക്കണം ആദ്യത്തെ ആ പടികളിലൂടെ ചെല്ലുമ്പോൾ. അതായത് അവനവന്റേതായിട്ടുള്ള ദർശനമാണത്. ആ 5 അവസ്ഥകളും കഴിയുമ്പോൾ നല്ലൊരു ദർശനം ഉണ്ടാവണം. ആ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ധ്യാനമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈശ്വരനെ കാണുക എന്നുള്ളതല്ല ധ്യാനം. ഈശ്വരനെ കാണുക എന്നുള്ളതാണ് ധ്യാനമെങ്കിൽ നമ്മൾ ഋഷിയായിരിക്കണം. ഏതെങ്കിലും ഈശ്വര ശക്തിയെ ഇനി കണ്ടെത്താനുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തുന്ന ആളായിരിക്കണം. ബാക്കി എല്ലാത്തിനെയും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പുതുതായിട്ടൊന്നിനെയും കണ്ടെത്താനില്ല. 33 കോടി ദേവസങ്കല്പങ്ങളും ഉണ്ട്. അപ്പൊ അത് ധ്യാനത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ധാരണ എന്ന് പറയുന്ന അവസ്ഥയിലേക്കുള്ള പടിയാണ്. അതായത് ഇപ്പൊ അങ്ങക്ക് ഞാൻ പറയാതെ തന്നെ അങ്ങ് അത് പറഞ്ഞു കഴിഞ്ഞു. നല്ല ധാരണയാൽ, നല്ല ധർമ്മത്താൽ ലക്ഷ്യം ധരിക്കുക. ഒരു ധരിക്കലാണ്, ധാരണാശക്തിയെ വർദ്ധിപ്പിക്കലാണത്. നമ്മുടെ ലക്ഷ്യത്തെ, ജീവിത ലക്ഷ്യത്തെ സാധൂകരിക്കലാണ്. ശക്തിയെ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ 5 പടികളും കടന്നു വന്നെങ്കിലേ പറ്റുള്ളൂ. ഈ ധ്യാനത്തിലൂടെ നമ്മൾ നാളെ എന്തൊക്കെ ചെയ്താൽ എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും, എത്ര നാൾ എനിക്ക് ജീവിതം ഉണ്ടാവും, ആ ജീവിത ലക്ഷ്യം എന്തായിരിക്കണം, ആ ലക്ഷ്യത്തിലൂടെയല്ലേ ഞാൻ ഗമിക്കേണ്ടത്. ആ ഒരു ലക്ഷ്യം കണ്ട് വേണം വികാരത്തെ നിയന്ത്രിച്ച് വിചാരത്തിലൂടെ ചരിക്കുന്ന അവസ്ഥയാണ് ധ്യാനം. സാധാരണ ഒരു മനുഷ്യന്റെ ഒരു തരത്തിലുള്ള ഉദാഹരണം പറഞ്ഞാലേ, നമ്മളിപ്പോ ഒരു ക്ഷേത്രത്തില് ദർശനത്തിന് പോവാന്ന് വിചാരിക്കട്ടെ. നമ്മള് ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തിയ അങ്ങനെ അതിന്റെ പ്രക്രിയ പലതും ഉണ്ടല്ലോ. അങ്ങനെ പ്രക്രിയ പലതും വന്ന് നമ്മുടെ മനസ്സിൽ ആ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ ആ ദർശനത്തിനുള്ള മാനസികമായ തയ്യാറെടുപ്പ് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ നമുക്കൊരു ധാരണയുണ്ട്, അങ്ങ് പറഞ്ഞ ധാരണ. ക്ഷേത്രത്തിലെ ദേവതയോ നമ്മുടെ മനസ്സിൽ ധാരണയോട് കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര. അതെ. ആ ധാരണ ഉണ്ടാവണമെങ്കിൽ നമ്മള് ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തിയെങ്കിൽ മാത്രമേ ആ ധാരണ ഉണ്ടാവുള്ളൂ. കുളിക്കാതെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ ധാരണ ഉണ്ടാവില്ല. ഇല്ല, ഈ 5 അവസ്ഥകളിലും നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാവണം. ഏത് കാര്യം. അതെ. അതാണ് അഷ്ടാംഗ യോഗത്തിന്റെ ധാരണ വരെ എത്തണമെങ്കിൽ ഇത്രയും പടികൾ കിടക്കണം. ധ്യാനം എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിയിട്ടാണ് പിന്നെ ധാരണയിലേക്കുള്ള പോക്ക്. അതായത് ബുദ്ധിയുടെ ത്രിശക്തിയെ ന്യായമാർഗത്തിൽ നിന്നും തെറ്റാതെ ധർമ്മമാർഗത്തിൽ തന്നെ ധരിച്ച് ആ ധർമ്മത്തെ വഹിക്കുന്നവനാകുക എന്നുള്ളതാണ് ധ്യാനം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. ധന്യമായിരിക്കുന്ന, ആധുനികമായിരിക്കുന്ന, ആ ധനികമായിരിക്കുന്ന ലക്ഷ്യമാണ് എന്റെ ജീവിതം എന്ന് മനസ്സിലാക്കി ചരിക്കുന്നവനാണ്. ധർമ്മനിഷ്ഠയുള്ളവനാകുക. ഭാരതത്തില് ധ്യാനത്തിന് സനാതന ധർമ്മി എന്നും കൂടി ഒരേ അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെ ധ്യാനം ഒരിക്കലും കൂട്ടത്തോടെയല്ല ചെയ്യേണ്ടത്, ഏകാഗ്രമായിട്ടാണ്. കാരണം നമ്മളുടെ എല്ലാവരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. അപ്പൊ ഒറ്റയ്ക്ക് ചെയ്യുന്നതായിരിക്കും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗത്തിന് ഉതകുന്നത്. കൂട്ടായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ സന്തോഷി. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ മനസ്സിന്റെ ലക്ഷ്യവും എന്റെ മനസ്സിന്റെ വേഗതയും എന്റെ മനസ്സിന്റെ ചിന്തയും എല്ലാം മറ്റൊരു മനസ്സുമായിട്ട് കൂട്ടിയോജിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല 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 ഇല്ല, ഒരിക്കലും പറ്റില്ല. ഒരു പ്രവൃത്തി കൂട്ടമായി ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രവൃത്തിയിൽ ഏകീകരിക്കാം. അതെ.
നമ്മുടെ ടാലന്റ് വ്യത്യസ്തമായിരിക്കുന്നിടത്തോളം, നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നിടത്തോളം കാലം നമ്മളുടെ ധ്യാനവും ധ്യാനമാർഗവും ധാരണയും എല്ലാം മാറും. അതിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് ഈ ധാരണ എന്ന് പറയുന്നത്. അതായത് ധ്യാനമാർഗത്തിൽ തുടരുവാൻ അഷ്ടാംഗവേദം പറയുന്നു ധാരണ. അതാണ് ധാരണയുള്ളവനാകുക. അതെങ്ങനെയൊക്കെയാണെന്നറിയോ? ആ ധാരണയും ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ളതാണല്ലോ. അതെ അതെ അതെ, അതിനും പറയുന്നുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയുണ്ട്. നിയമം, ന്യായം, നന്ദി, ഓർമ്മ, ധർമ്മം, ധൈര്യം, ഉറപ്പ്, നിലനിൽപ്പ്, ഇവയിൽ ധാരണയുള്ളവനായി തീരുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. എന്തൊക്കെയാണത്? നിയമം, ന്യായം, നന്ദി, ഓർമ്മ, ധർമ്മം, ധൈര്യം, ഉറപ്പ്, നിലനിൽപ്പ്. ധാരണയുള്ളവനായി തീർന്നാൽ മാത്രമാണ് നമ്മളുടെ ജീവിതം വിജയിക്കുമെന്ന് അഷ്ടാംഗയോഗത്തിൽ ധാരണയിൽ പറയുന്നു. അപ്പോഴാണ് വഹിക്കുന്ന വസ്തുവിൽ തന്നെ എന്താകാനാണോ നമ്മൾ സഞ്ചരിക്കുന്നത്, നമ്മളുടെ ശരീരം ഈ ആത്മാവിനെ, മനസ്സിനെ വഹിക്കുന്നത്, ആ ധ്യേയവസ്തുവിൽ തന്നെ ചിത്തത്തെ സ്ഥിരമായി ബന്ധിച്ചുറപ്പിച്ചുകൊണ്ട് ആ അവസ്ഥയിലേക്ക് എത്തുകയാണ്. ആ അവസ്ഥ തന്നെ ആയി തീരുകയാണ് ധാരണ. ഇതിനകത്ത് വേറൊരു രസം, ഈ ധാരണ എന്ന് പറയുന്നത് കൂട്ടത്തോടെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഒരു പറ്റം ആളുകൾ ഒരേ റൂട്ടിൽ പോകുകയാണെങ്കിൽ ആ ധാരണ എന്ന് പറയുന്നത് നമുക്ക് ധരിക്കാൻ പറ്റും. പക്ഷെ ധ്യാനം ഒറ്റയ്ക്കും ധാരണ ഒറ്റയ്ക്കോ കൂട്ടായോ ചെയ്യാൻ പറ്റും. പക്ഷെ സ്തുതികൾ കൂട്ടത്തോടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു രസകരമായിട്ടുള്ള വസ്തുത. ധാരണയുമായി ധാരണയായി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മരിച്ചാ മതി, സമാധി. ഇത്ര പണിയൊക്കെ പണിത് വെച്ചിട്ട് അങ്ങോട്ട് സമാധിയാവുക, മരിക്കുക, ഇതല്ല ഉദ്ദേശിക്കുന്നത്. ഏകാഗ്രമായിട്ട് ആ ലക്ഷ്യത്തെ നമ്മൾ ആ വസ്തുവിൽ തന്നെ, ധ്യേയവസ്തുവിൽ തന്നെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ചേർത്ത് വെച്ച് ഏകാഗ്രമായിട്ട് ആ പ്രവൃത്തിയെ ചെയ്യുക. സമധി, സമമായിട്ട് ആ ബുദ്ധിയെ ചേർത്ത് വെച്ച് ഏകാഗ്രമായിട്ട് ജീവിക്കുക. അതാണ്. എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് ആ കാര്യം ചെയ്യുക. അവിടെയാണല്ലോ ബാക്കി പ്രകൃതിക്ക് വേണ്ടുന്ന വിഭവം അവിടെ നിന്നല്ലേ ഉണ്ടാവുക. അതെ, അവിടെ നിന്നല്ലേ അറിവ് പുറത്തേക്ക് വരിക. അതാണ് സമാധി. അറിവ് കൊടുക്കുന്നവനാണോ സമാധി. മരണമല്ല, ജീവിച്ചിരിക്കുമ്പോൾ അഷ്ടാംഗയോഗം പറയുന്നതിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. 8ാമത്തെ തലമാണ്. ധാരണ എത്തുന്നവർക്കാണ് നല്ല ധാരണയും നല്ല ധ്യാനവും നല്ല പ്രത്യാഹാരവും നല്ല പ്രാണായാമവും നല്ല ആസനവും നല്ല നിയമവും നല്ല യമവും ഉള്ള രീതിയിൽ ഒരു വ്യക്തി ആയിത്തീരുന്ന, യോഗ്യനായിത്തീരുന്ന, ശ്രേഷ്ഠനായിത്തീരുന്ന, ശ്രദ്ധയുള്ളവനാകുന്ന അവസ്ഥയിൽ സമൂഹത്തിൽ അദ്ദേഹം പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ സമൂഹമാണ് അദ്ദേഹത്തെ ഉപയോഗിക്കുന്നത്. വലിയൊരു ചട്ടുകം പോലെ ആയിരിക്കും അത്രയും സമാധിസ്ഥനായിട്ടുള്ള വ്യക്തികൾ. എന്ന് വെച്ചാൽ വിഷ്ണുവിനെ പോലെ. വിഷ്ണു എങ്ങനെയാണ്, ഈ വൃക്ഷലോകം എങ്ങനെയാണ് സ്ഥിതിപാലകനായിട്ട് ഈ സമാധി പതിയായിട്ടിരിക്കുന്നത്, ശിവൻ എങ്ങനെയാണോ സമാധിനാഥനായിട്ടിരിക്കുന്നത്, അതുപോലെ മറ്റുള്ളവർക്ക് ഗുണത്തെ ചെയ്യുക. ഇതാണ് സമാധി എന്ന് പറയുന്നത്. അവിടെ സ്വാർത്ഥതകളൊന്നുമില്ല. എല്ലാത്തിനെയും ഒരുപോലെ കാണുക, സസ്യലോകത്തെയും ജന്തുലോകത്തെയും ഒരുമിച്ച് കാണുക. അതാണ് ജീവാത്മാവിനെയും പരമാത്മാവിനെയും ഒന്നായി കാണുന്നു എന്ന് പറയില്ലേ, അദ്വൈതം പറയുന്നത് ഉണ്ടല്ലോ. ഇത് ഈ സമാധിയുടെ ഒരു ഏറ്റവും ചുരുങ്ങിയ ഒരു വേടാണ് ആത്മാദ്വൈതം. അതായത് ജീവാത്മാവിനെയും പരമാത്മാവിനെയും ഒന്നായി കാണുക എന്ന് പറയുന്ന അവസ്ഥ. സസ്യലോകത്തെയും ജന്തുലോകത്തെയും ഒന്നായി കാണുക, സംരക്ഷിക്കുക, യുഗ്മസഞ്ചാരം ചെയ്യിക്കുക. സസ്യലോകത്തിൽ വേദാന്തം എന്ന തലത്തിലേക്ക് എത്തുന്ന അവസ്ഥ. അതെ, ഇതിനെയാണ് ഇത്ര രസകരമായിട്ടുള്ള ഈ അവസ്ഥയാണ്. ഇങ്ങനെ എത്തുന്ന ആളുകളെയാണോ, അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണോ വേദാന്തികൾ എന്ന് പറയുന്നത്? അതെ അതെ, അവർക്ക് തെറ്റേ ചെയ്യാൻ പറ്റില്ല. അവർക്കൊരു മതത്തിന് വേണ്ടി, ഒരു ജാതിക്ക് വേണ്ടിയിട്ടോ, ഒരു വർഗത്തിന് വേണ്ടി, ഒരു ഗോത്രത്തിന് വേണ്ടി, ഒരു രാഷ്ട്രത്തിനെ പോലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. അല്ല, വേദാന്തികൾ ഒന്നിനു വേണ്ടിയും വാദിക്കുന്നവരല്ല. അതെ,
ഇന്നലത്തെ അറിവിനെ മാത്രം ചേർത്ത് വെക്കില്ല, ഇന്നത്തതിനെ ചേർത്ത് വെക്കില്ല, നാളത്തേനെയും കൂടി ചേർത്ത് കൂട്ടിപ്പിടിച്ച് ഇന്നലത്തതും ഇന്നത്തതും നാളത്തെയും ഭാവി ഭവി ഭൂതം എന്ന് പറയുന്ന അവസ്ഥയിൽ ത്രികാലത്തെയും കാണുന്നവർ, ത്രിലോകത്തിലും നിറഞ്ഞു നിൽക്കുന്നവർ, ത്രിദോഷത്തെ നീക്കുന്നവർ, ത്രിപുണ്ട്രയെ ധരിക്കുന്നവർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു നിൽക്കുന്നവരാണ് ഈ സമാധിസ്ഥൻ എന്ന് പറയുന്ന ആളുകൾ. അപ്പൊ സമാധിസ്ഥനാകുന്ന ഒരാളിനെ ആർക്കും ഒരു പക്ഷത്ത് കാണാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല. അത് യോഗത്തിന്റെ ഒരു ഏറ്റവും വലിയ തലമാണ് ഇത്. അതിന് ഈ യമപഞ്ചകം എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ തലത്തിലേക്ക് നമ്മൾ അങ്ങനെ എത്താൻ പറ്റില്ല നമുക്ക്. കാരണം യമപഞ്ചകം എന്ന് പറഞ്ഞാൽ, ഈ യമം എന്ന് പറയുന്ന ആദ്യത്തെ ഇതില്ല, അതിനകത്ത് യമപഞ്ചകം എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ട്. ആദ്യ പടിയിൽ തന്നെ ഒത്തിരി അനുഷ്ഠാനങ്ങൾ കിടക്കുകയാണ്. അതെ അതെ അതെ. പിച്ച വെച്ച് ഇഴഞ്ഞ് പിച്ച വെച്ച് മുട്ടേന്തി നടന്നിട്ട് എഴുന്നേൽക്കുന്ന അവസ്ഥയാണ്. അതെ. ഈ യമപഞ്ചകത്തിൽ പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അഹിംസയാണ്, സത്യമാണ്, ആസ്തേയം, അതിന് ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ അറിവിന് വേണ്ടി മാത്രം ചരിക്കുന്ന അവസ്ഥയാണ്, അപരിഗ്രഹം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഈ യോഗങ്ങൾ 8 ഉണ്ട്. പിന്നെയും ഇതിന്റെയൊക്കെ ഒരു തലത്തിലേക്ക് വന്നു കഴിയുമ്പോഴേ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഈ അഷ്ടാംഗ യോഗത്തില് വളരെ ബുദ്ധിമുട്ടുള്ള, ഈ പറയുന്ന ലാഘവ ബുദ്ധിയോടെ കാണുന്ന ഒന്നല്ല. അല്ല അതിന്റെ ഒരു സ്റ്റെപ്പും ഒരു പടിയും ലാഘവ ബുദ്ധിയുള്ളതല്ലോ. അല്ലല്ല. ഇപ്പൊ യോഗങ്ങൾ 8 ഉണ്ട്. പരബ്രഹ്മയോഗം, ജ്ഞാനയോഗം, രാജയോഗം, സാഖ്യയോഗം, സന്യാസയോഗം, അഭ്യാസയോഗം. അത് ശരീരം കൊണ്ട് ചെയ്യുന്നതാണ്. ഭക്തിയോഗം, വിവേകയോഗം. ഇപ്പൊ അഘോരികളൊക്കെ വന്നിട്ട് ചെയ്യുന്നില്ല, അഭ്യാസ യോഗങ്ങള് ഉണ്ടാവും. അത് ശാരീരികമായിട്ടുള്ള സന്യാസയോഗത്തിന്റെ മറ്റൊരു തലമാണ് അഭ്യാസയോഗം, ശാരീരികമായിട്ട് സിദ്ധിയെ ആർജിക്കുന്ന അവസ്ഥ. ഭക്തിയോഗമുണ്ട്, ഭക്തി കൊണ്ട് വലിയ കാര്യങ്ങൾ സാധിക്കുന്ന അവസ്ഥ. വിവേകം കൊണ്ട് നമ്മളെ ഞെട്ടിക്കുന്ന തലം. ഇങ്ങനെയുള്ള ഈ യോഗങ്ങളെല്ലാമാണ് ഇതിന്റെ പിന്നിലും മറ്റൊരു വലിയ ഒരു സാഗരം പോലെ കിടക്കുന്ന ശാസ്ത്രം. എല്ലാം ഈ സമാധിസ്ഥമായ ആ സംഭവത്തിന് മുമ്പുള്ളതല്ല ഇതല്ല. അതെ. ഇതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചെന്നാൽ അതാണ് ഏറ്റവും വലിയ രസം. ആത്മീയതയെയും ഭൗതികതയെയും ജൈവികതയെയും രഞ്ജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നരകമാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഭൗതികവാദവും ആത്മീയവാദവും ജൈവവാദവും തമ്മിൽ കലഹിച്ച് 3ആയി പിരിയാതെ ചേർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ ഭൂമിയെ നരകമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അഷ്ടാംഗയോഗം പറയുന്നു. അതാണ്. അപ്പൊ ആധ്യാത്മികതയിലേക്ക് പോകാതെ, അതിഭൗതികതയിലേക്ക് പോകാതെ, അതിജൈവികതയിലേക്ക് പോകാതെ, ഈ പാപത്രയങ്ങളിൽ നിന്നും നീക്കി ദൈവികത എന്ന് പറയുന്ന ആ ഒരവസ്ഥയിൽ എല്ലാത്തിനെയും ചേർത്ത് വെക്കുക, ദ്രവ്യശുദ്ധിയുള്ളവരാകുക, ജ്ഞാന സിദ്ധിയുള്ളവരാകുക, കർമ്മശുദ്ധിയുള്ളവരാകുക. ഇതാണ് യോഗം പറയുന്നത്. ഇത്രയും നല്ല ജ്ഞാനമായിട്ടുള്ള ഒരു തലം എന്നുവെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലാത്ത ഒരു തലത്തിലാണ് ഈ ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവിടെ നിന്നിട്ടാണ് നമ്മൾ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലാത്ത രാജ്യത്തിന്റെ നിയമങ്ങളെ പോലും തകർക്കുന്ന രീതിയിൽ ഓരോരുത്തര് ഓരോ കാര്യങ്ങൾ, അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂത്തരങ്ങാണല്ലോ നടക്കുന്നത്. അതെ. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ട്, അതിനെ ബോധ്യപ്പെടുത്തലുകളുണ്ട്, പരസ്പരം ബോധ്യപ്പെടുത്തലുകളാണ്. യമവും നിയമവും ഉൾപ്പെടുന്ന ആ പടികളിലൂടെ വരുന്ന ഒരാൾ ഒരിക്കലും അന്ധവിശ്വാസത്തിന്റെ ആ ചതിക്കുഴിയിൽ പെടില്ല. ഇല്ല. ഒരിക്കലും ഈ സമാധി എന്ന് പറയുന്നത് എല്ലാവരും വളരെ ബഹുമാനത്തോടെ ദൈവികതയിലേക്ക് തൊട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഒരു ദ്രവ്യാവസ്ഥ എങ്ങനെ ഈ സമൂഹത്തിൽ ജൈവലോകത്തെ സൃഷ്ടിക്കുന്നു, അത്രയും തലത്തിലേക്ക് ഉയർന്ന് ഒരു ദ്രവ്യമഹത്വത്തിലേക്ക്, ദിവ്യമഹത്വത്തിലേക്ക് ഒരു വ്യക്തി ഉയരുന്ന ഒരു തലമാണ്. കാണുന്ന മാത്രയിൽ തന്നെ നമ്മള് അദ്ദേഹത്തിന്റെ ആ സിദ്ധി സാധ്യമാകുന്നതിനെ ആ സിദ്ധി എന്ന് പറയുന്നത്, ആ സിദ്ധി നമുക്കും കൂടി അനുഭവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് സ്നേഹം കൊണ്ട്, അറിവ് കൊണ്ട്, ആനന്ദം കൊണ്ട് അദ്ദേഹം നമ്മളെ ശുശ്രൂഷിക്കുന്നവനാകും. അത്രയും
അത്രയും ഒരു തലമാണ് ഈ പറയുന്നത് അഷ്ടാംഗയോഗം. അങ്ങയോട് ഇതിനിടയ്ക്ക് ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ. ഇങ്ങനെ ഈ തലത്തിൽ നിൽക്കുന്ന ഇന്നത്തെ പ്രതലത്തില്, ഈ ആനുകാലികമായ വർത്തമാന കാലഘട്ടത്തില് അങ്ങനെയുള്ള ആരെങ്കിലും ഇന്ന് അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഞാൻ അങ്ങനെ ചോദിച്ചാൽ ആരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെ ആരെയും ഞാൻ അറിയാൻ വേണ്ടി തന്നെയാണ് ചോദിച്ചത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പൊ ആരെയും മോശമാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ ചോദിച്ചത്. എനിക്ക് പ്രാപ്തരായിട്ടുള്ള ഏതെങ്കിലും സംവിധാനം ഇന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടോന്ന് ചോദിച്ചാൽ അറിയാൻ വേണ്ടി തന്നെയാണ് ചോദിച്ചത്. ഇല്ല, അറിയില്ല, എനിക്കറിയില്ല, എന്റെ അറിവിൽ ആരുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കാൻ 100 വട്ടവും തയ്യാറുമാണ്. അങ്ങനെ ആരെയും എനിക്ക് എന്റെ അറിവിലില്ല. വളരെ കുറഞ്ഞ അറിവാണ് എനിക്കുള്ളത്. പക്ഷെ അങ്ങനെ ഒരാളെ കാണുമായിരിക്കും. അങ്ങനെയുള്ളവർ ഉൾവലിഞ്ഞു നിൽക്കും. പക്ഷെ അങ്ങ് പറയാറുള്ള പോലെ ഇവരെല്ലാവരും ഈ സമാജത്തിന് വേണ്ടിയിട്ട്, ഈ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ട് കാത് കേൾക്കുന്നവരും വാ തുറക്കുന്നവരുമാണ്. ഞാനത് ചോദിച്ചെങ്കിലും അങ്ങനെയുള്ള അനേകായിരങ്ങളുടെ ശിക്ഷയാണല്ലോ നമ്മളെ നിലനിർത്തിയിരിക്കുന്നത്. അതെ, അത് സത്യമാണ്. അതെ. പക്ഷെ നമുക്ക് ഇന്ന് ആരാധിക്കാൻ അല്ലെ അനുഗമിക്കാൻ ആ തരത്തില് ഉള്ള ഒരു സംവിധാനം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു. ഇല്ല, പ്രത്യേകിച്ച് നമുക്ക് ആരെയും ഇപ്പൊ കാണിക്കാൻ പറ്റുന്ന ആരും നമ്മുടെ കേരളത്തില്, നമ്മള് പറയുന്നത് കേരളത്തെ ബേസ് ചെയ്തിട്ടാണല്ലോ. ഇവിടെ നമ്മുടെ അറിവിലില്ല. അറിവിലില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മളുടെ പ്രഥമ ദൃഷ്ടിയ നമുക്കറിയില്ല. പ്രത്യക്ഷത്തിലല്ലാന്ന് മാത്രം വിചാരിക്കാം. ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഈ സമാജത്തിന് വലിയ മുതൽക്കൂട്ടാണ്, അതുറപ്പാണ്. കാരണം രാഷ്ട്രീയ കണ്ണില്ലാത്ത, കാമത്തിന്റെ കണ്ണില്ലാത്ത, വിദ്വേഷങ്ങളില്ലാത്ത, ജ്ഞാനത്താൽ സ്നേഹത്തിലേക്ക് സഞ്ചരിക്കുകയും ആ സ്നേഹത്തിൽ നിന്നും പുത്രനെ ജനിപ്പിക്കുകയും ആ പുത്രൻ അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് സഞ്ചരിക്കുകയും ജ്ഞാനത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അഷ്ടാംഗയോഗം സിദ്ധിക്കുകയും ചെയ്ത് സിദ്ധനായി തീർന്ന സമാധിയിലെത്തിയ ഒരാളുണ്ടെങ്കിൽ ഈ ലോകം ഇത്രയും അക്രമം നിറഞ്ഞതാവില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാണാൻ സാധ്യതയില്ല. അഷ്ടാംഗയോഗം സിദ്ധിച്ചു കഴിഞ്ഞാൽ ഇറങ്ങും, അവതാരമായിട്ട് ഇറങ്ങും പുറത്തേക്ക്. അതാണ്. അവതാര പുരുഷൻ തന്നെ പറയാം അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ. തീർച്ചയായിട്ടും ഇത് നിസ്സാര വ്രതമല്ലല്ലോ ഇത്. അല്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്നുണ്ട്. അതിന്റെ ശാഖോപശാഖകൾ നിരവധിയായിട്ടുണ്ട് ഈ പദവിയിലെത്താൻ വേണ്ടി. ഇതൊരു വലിയ പദവിയാണല്ലോ. അതെ. വ്രതമെന്ന് പറയുമ്പോൾ തന്നെ മനസ്സ്, വാക്ക്, പ്രവൃത്തി എന്നിവയെ കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് സുഖമുണ്ടാക്കുന്ന പ്രവൃത്തിയെ ചെയ്യുക എന്നുള്ളതാണ് വ്രതം. മറ്റുള്ളവർക്ക് സുഖമുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് ഗുണമുണ്ടാക്കുന്നു കൂടെ ഇല്ലേ? അതെ, ഉണ്ട്. ശാശ്വതമായ സുഖത്തെ കൊടുക്കുന്നവരാവും അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഈ സമാധിയാവാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അഷ്ടാംഗയോഗത്തിന്റെ 8 തലവും താണ്ടി ആ സമാധിയിലേക്ക് എത്തണം. അപ്പൊ മരണമല്ല സമാധി എന്ന് പറയും. മരിച്ചാൽ പോലും ആ വ്യക്തി സമാധിയായി എന്ന് പറയാൻ അത്രയും ബഹുമാനത്തെ കൊടുക്കുവാൻ ശേഷിയുള്ള വ്യക്തിത്വമായിട്ട് ഉയരും. അല്ല, അങ്ങനെ ആ സന്ദർഭം എന്ന് പറയുന്നത് പരബ്രഹ്മത്തിന്റെ പവറാണ് പുറത്തേക്ക് വരിക. തീർച്ചയായിട്ടും അല്ലേ? അങ്ങ് പറഞ്ഞതിനകത്ത് അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു പൊരുൾ കിടപ്പുണ്ട്. അതായത് ഈ ത്രിഗുണത്തെ പുറത്തേക്ക് ജനിപ്പിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിർഗുണമായിരിക്കുന്ന അവസ്ഥയിലായിരിക്കും ഈ സമാധിസ്ഥൻ എന്ന് പറയുന്ന ആള്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി അത് വേസ്റ്റാണ്, ബോഡി വേസ്റ്റാണ്. ഒരിക്കലും ആത്മാവിന് കൂടുവിട്ട് കൂടുമാറാൻ പറ്റില്ല. നമ്മളുടെ ആത്മാവിന് കൂടുവിട്ട് കൂടുമാറാൻ പറ്റില്ല. ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവ ഒരുമിച്ചുള്ള യുഗ്മസഞ്ചാരമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെയാണ് സമയം ജനിക്കുന്നത്, അവിടെയാണ് നമ്മുടെ ജീവിതമുള്ളത്. അപ്പൊ ഈ ആത്മാവ്, മനസ്സ്, ശരീരം എപ്പോൾ വേർപിരിയുന്നു അപ്പോ ഈ പഞ്ചഭൂതങ്ങളും 5ആയി തന്നെ വിഭജിക്കപ്പെട്ടു പോകും. അത് വിഭജിക്കപ്പെട്ടു പോകും. ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവ എപ്പോൾ
മൂന്നായി പിരിയുന്നു. ഒന്നിച്ചേ പിരിയൂ, അല്ലാണ്ട് ആത്മാവ് പോയി മനസ്സും ശരീരവും ഒന്നിച്ചിരിക്കില്ല. അപ്പോ ആ സമയത്ത് പഞ്ചഭൂതങ്ങളും വിഘടിതമാവും, അഞ്ചായിട്ട് വിഘടിച്ചു പോകും. വായുവും മണ്ണും തമ്മിലൊരു കരാറുണ്ട്, ആ കരാർ ലംഘിക്കപ്പെടും. വായു ശരീരത്തിന് കൊടുക്കുന്ന ഒരു കരാറുണ്ട്. ആ വായു ശരീരത്തിന് കൊടുക്കുന്ന കരാർ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഗന്ധഗുണം വായു പേറിക്കൊണ്ട് വായുവിന്റെ സ്പർശഗുണം ശരീരത്തിന് കൊടുക്കുക എന്നൊരു കരാറാണ്. നമ്മളുടെ ശരീരത്തിന് സ്പർശഗുണം കിട്ടുന്നത് ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. വായുവിന് ഗന്ധഗുണം കൊടുക്കുന്നത് ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ. ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ് നടക്കുന്നത്. പ്രാണവായു ശരീരത്തിന് കൊടുക്കുന്ന, ശരീരം പ്രാണവായുവിന് കൊടുക്കുന്ന ഒരു വെച്ചുമാറ്റമാണത്. എപ്പോൾ ഈ ത്രിഗണങ്ങൾ മൂന്നായി പിരിയുന്നു, ആത്മാവ് മനസ്സ് ശരീരം എന്നിവ മൂന്നായിട്ട് വിഭജിച്ചു പോകുന്നു, അപ്പോൾ ഈ കൊടുക്കൽ വാങ്ങൽ തിരിച്ച് കരാർ അനുസരിച്ച് തന്നെ കൈമാറ്റം ചെയ്യപ്പെടും. ശരീരത്തിന് ആ ഗന്ധഗുണത്തെ കൊടുത്തിട്ട് സ്പർശഗുണവുമായിട്ടാണ് പോകുന്നത് പ്രാണൻ. അപ്പൊ ദുർഗന്ധം എവിടെ തുടങ്ങും? അതായത് ഈ ഗന്ധഗുണം വായു കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമായി വമിക്കും. അത് മണ്ണ് മണ്ണായും ജലം ജലമായും വായു വായുവായും അഗ്നി അഗ്നിയായും ആകാശം ആകാശമായും ആ സ്പേസായും പോകും. അത് ഏത് സിദ്ധന്റേതായാലും. ആ ശരീരം പിന്നെ ഇല്ല. ആ ശരീരം മണ്ണിനോട് ചേർന്നു, ആ ജലം ആവിയായി, ആ അഗ്നി അഗ്നിയായി, സ്പേസായി, വായു വായുവായി. എല്ലാം വിഷ്ണു ലോകത്തിലേക്ക്, ലോകത്തിലേക്ക്, ഈ പ്രകൃതിയിലേക്ക് തിരിച്ച് എടുത്തു എല്ലാം. ഇതിന്റെ ഏറ്റവും വലിയ ഒരു തലം അഷ്ടാംഗയോഗത്തിലൂടെ പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഇതിന്റെ ഒരു തലം ഇത് തന്നെ ഒത്തിരി കാര്യങ്ങൾ വർണ്ണിച്ച് എടുക്കാറുണ്ട്, അങ്ങനെ കിട്ടാറുണ്ട്. പഞ്ചഭൂതങ്ങളിലെ നമ്മൾ ജനിക്കുമ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്ന ഗുണം ഏതാണ്, തിരിച്ചു പോകുമ്പോൾ ഏറ്റവും അവസാനം നഷ്ടപ്പെടുന്ന ഗുണം ഏതാണ്, ആദ്യം കിട്ടിയത് ഏതാണ്, അവസാനം നഷ്ടപ്പെടുന്ന ഏതാണെന്നൊക്കെ അറിയണ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ നമ്മള് ഇതാണ് അഷ്ടാംഗയോഗത്തില് പറയുന്ന എട്ടാമത്തെ അവസ്ഥ മാത്രമാണ് സമാധി. സമാധിയിലേക്കുള്ള പാത. അതെ. നമ്മളുടെ ഈ ഭൂമി തീർത്ഥത്തിന് പ്രാധാന്യമുള്ളതാണ്. തീർത്ഥശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അഗ്നിയിൽ നമ്മളുടെ ശരീരത്തെ ദഹിപ്പിക്കുന്നത്. അപ്പൊ മണ്ണിലേക്ക് നമ്മൾ കുഴിച്ചിടാതെ, അല്ലെങ്കിൽ നമ്മൾ മണ്ണിൽ അടക്കം ചെയ്യാതെ അഗ്നിക്കിരയാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സംസ്കാര രീതിയാണ്, ശവസംസ്കാര രീതിയാണ്. അത് ആ ശവസംസ്കാര രീതി എന്ന് പറഞ്ഞാൽ തീർത്ഥശുദ്ധിക്ക് വേണ്ടിയിട്ടാകുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങളാണ്, പുണ്യ തീർത്ഥങ്ങളാണ് നമ്മുടെ ഈ ദേശം. തീർത്ഥത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമ്മളുടെ ശവസംസ്കാര രീതി അതേ രീതിയിലായിരിക്കും. അപ്പൊ ആ തീർത്ഥത്തെ മലിനമാക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ബോഡി സംസ്കാര രീതി ഈ തരത്തിൽ ആവിഷ്കരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഒരു ജനതയുടെ സംസ്കാരം ഏറ്റവും ശരിക്കും പ്രത്യക്ഷമാകുന്നത് ശവസംസ്കാര ചടങ്ങിൽ തന്നെയാണ്. ആ സംസ്കരിക്കൽ അത് സംസ്കാരപൂർവമായിരിക്കണം. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കണം, ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിലാകരുത്. തീർത്ഥത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമാധി എന്ന് പറഞ്ഞാൽ അഷ്ടാംഗയോഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഋഷി തുല്യമായിട്ടുള്ള ജ്ഞാനാവസ്ഥയാണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ മരണമല്ല. ജീവന്റെയും അറിവിന്റെയും ഒക്കെ ഏറ്റവും ഉന്നതമുള്ള തലം. അതെ, അതായത് ഏറ്റവും ഉയർന്ന പദവി ഒരു മനുഷ്യൻ ജ്ഞാനത്താൽ എപ്പോൾ സ്വീകരിക്കുന്നു ആ അവസ്ഥയാണ് സമാധിസ്ഥൻ എന്ന് പറയുന്ന അവസ്ഥ. ഏറ്റവും വലിയ സമാധിപതി എന്ന് പറയുന്നത് വിഷ്ണുവാണ്, സമാധിനാഥൻ ശിവനുമാണ്. ഇവര് രണ്ടുപേരും മരിച്ചിട്ടില്ല. അവര് ലൈവായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ലൈഫ് ഉണ്ടാവുന്നത്, നമുക്ക് ലവ് ഉണ്ടാവുന്നത്, നമ്മള് ലീവ് അല്ലാതിരിക്കുന്നത്. വലിയ ശാസ്ത്രീയ അടിത്തറയോട് തന്നെയാണ് അങ്ങനെ ഇത് വിശദീകരിച്ചിരുന്നത്. ഏതൊരാൾക്കും അത് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലാണ് അങ്ങനെ സമാധിയിലേക്കുള്ള പാത, അതിന്റെ വിവിധങ്ങളായ പടികളെ കുറിച്ചും അങ്ങ് പറഞ്ഞു തന്നു. അതെ, ഇതാണ് തലമുറകൾ അറിയേണ്ടത്. ഇതാണ് പഠിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത്. ഒരു കുഞ്ഞു പോയിന്റ് കൂടി അതിനകത്ത് ഞാൻ ചേർത്ത് വെച്ചിട്ട് നിർത്താം നമുക്ക്. അതായത് സമാധി എന്ന് പറയുമ്പോൾ ധീക്ക് ബുദ്ധി ഉണ്ടാവണമല്ലോ. ആ ബുദ്ധി പ്രകാശിക്കുന്നത് മനസ്സിലാവണമല്ലോ. മനസ്സിലാണ് ബുദ്ധി പ്രകാശിക്കുന്നത്. അപ്പം ആ സമാധി എന്ന് പറയണമെങ്കിൽ തന്നെ അവിടെ മനസ്സും ആത്മാവും ഉണ്ടാകണമല്ലോ. മനസ്സില്ലാതെ എങ്ങനെയാണ് നമുക്ക് സമാധിയാകാൻ കഴിയുക? സമാധിയാണെ മനസ്സ് കാണുമല്ലോ. തീർച്ചയായിട്ടും. ഏതൊരു കാര്യത്തിലും ആദ്യം മനസ്സ് മുമ്പിലെത്തണമല്ലോ. അത് സമാധിക്കാണെങ്കിലും അല്ലേ? അതെ. അപ്പൊ നമ്മുടെ ഏറ്റവും
അടിയന്തരമായിട്ട് അറിയേണ്ടത് അഷ്ടാംഗ യോഗം ഈ സമാധിയാകാൻ ആഗ്രഹിക്കുന്ന ആളുകള് അല്ലെങ്കിൽ സമാധി എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവര് അഷ്ടാംഗ യോഗം അതാണ് അറിയേണ്ടത്. അപ്പൊ അതിനകത്താണ് ധീ ഗുണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുദ്ധിയുടെ ഗുണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ധീ ഗുണം, ബുദ്ധി ഗുണം എന്ന് പറയുന്നു. പിന്നെ ശുശ്രൂഷ, ശ്രവണം, ഗ്രഹണം, ധാരണം, ഊഹാപോഹാർത്ഥ വിജ്ഞാനം, തത്വജ്ഞാനം. ഈ തത്വജ്ഞാനവും കൂടി കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥയാണ് ഈ സമാധിയുടേത്. സർവ്വതത്വങ്ങളെയും ഗ്രഹിച്ചിട്ടുള്ളവനാണ് സമാധിയിലേക്ക് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇതിനെക്കുറിച്ച് ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ നമ്മൾ സമാധിയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് 6ാമത്തെ കാര്യമാണ്, ഊഹാപോഹാർത്ഥ വിജ്ഞാനം. ഇതാണ് സമാധിയെ കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ അവസ്ഥ. അപ്പൊ തീർച്ചയായിട്ടും മോഹൻജി സമാധിയെ കുറിച്ച് കൂടുതൽ പറയാനും അഷ്ടാംഗ യോഗത്തെ കുറിച്ച് സംസാരിക്കാനും കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. എന്തായാലും ഇന്ന് ഈ സമാധിയിലേക്കുള്ള പാത, അത് യമം മുതൽ ഇങ്ങോട്ട് അഷ്ടാംഗ യോഗത്തിലെ വിവിധങ്ങളായ ആ പടികളിലൂടെ വളരെ ലഘുവായിട്ട് ഈ യാത്ര ചെയ്യിച്ചു. തീർച്ചയായിട്ടും പ്രണവവേദയിലൂടെ അങ്ങ് ഇത് വളരെ വിശദമായിട്ട് ഇവിടുത്തെ വരും തലമുറയ്ക്ക് വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ലഘുവായിട്ട് അങ്ങനെ വിശദീകരിച്ച് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇത് പഠിക്കാനും പഠിപ്പിക്കാനുള്ള അവസരം നമ്മളെല്ലാവരും ചെയ്തു കൊടുക്കേണ്ടതാണെന്നാണ് മനസ്സിലാവുന്നത്. വളരെ നന്ദി, സന്തോഷം. പുതിയ തലമുറയോട് ഒരു വാക്കും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് യോഗദ്വയം എന്ന് പറഞ്ഞാൽ കർമ്മയോഗവും ജ്ഞാനയോഗവുമാണ്. നമ്മുടെ കർമ്മവും നമ്മുടെ ബുദ്ധിയുമാണ് നമ്മളെ എല്ലാത്തിനും യോഗ്യനാക്കുന്നത്. രോഗദ്വയത്തെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇതെല്ലാം. തീർച്ചയായിട്ടും നമ്മള് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആരോഗ്യമുള്ളതായിട്ടിരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഭൂമിയെ നരകമാകാതെ സർവരെയും സർവജീവലോകത്തെയും യോജിപ്പിച്ച് കൂട്ടമായിട്ട് നിർത്തി ചേർത്ത് വെക്കുന്ന യോഗാവസ്ഥയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു യോഗം വിളിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ കുഞ്ഞുമക്കള് നല്ല യോഗം വിളിക്കുവാനായിട്ട്, നല്ല യോഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് യോഗമുള്ളവരാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി, സന്തോഷ്. നമസ്തേ.